നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അർജൻറ്റീന വീണ്ടും ഒരിക്കൽ കൂടി തുടർച്ചയായി രണ്ടാം തവണയും ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ മൂന്നാമത്തെ തവണയാണ്, 4 ലോകകപ്പുകളിൽ മൂന്നാമത്തെ തവണയാണ് അവർ സെമിഫൈനലിൽ എത്തുന്നത്. അതിൽ 2014 സെമിഫൈനലും കടന്ന് ഫൈനലിലെത്തുകയും ഫൈനലിൽ ജർമ്മനിയോട് എക്സ്ട്രാ ടൈമിലെ മറിയോ ഗോട്ട്സയുടെ ഗോളിൽ തോൽക്കുകയായിരുന്നു ജർമ്മനിയോട്. അതിനുശേഷം 2018 അവർക്ക് സെമിഫൈനലിൽ എത്താൻ പറ്റിയില്ല. 2022 അവർ ലോക ചാമ്പ്യന്മാരായി. ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ച് ലോക ചാമ്പ്യന്മാരായി. അങ്ങനെ നിലവിൽ ലോക ചാമ്പ്യന്മാരായ അവർ വീണ്ടും ഒരിക്കൽ കൂടി സെമിഫൈനലിൽ എത്തിയിരിക്കുന്നു. സെമിഫൈനലിലേക്ക് എത്തുന്ന ദൂരം എന്ന് പറയുന്നത് വളരെ കഠിനമായിരുന്നു. നോക്കൗട്ട് ഗെയിമുകളെല്ലാം, നോക്കൗട്ട് മത്സരങ്ങളെല്ലാം അർജൻറ്റീനയ്ക്ക് കഠിനമായിരുന്നു. അതെല്ലാം താരതമ്യേന ദുർബലരായ ടീമുകളായിരുന്നു. പക്ഷേ അർജൻറ്റീനയ്ക്ക് അവരെ മറികടക്കാൻ വലിയ രീതിയിൽ പ്രയാസപ്പെടേണ്ടി വന്നു. ഒന്ന് കേപ്പ് വെർദെ റൗണ്ട് ഓഫ് 32-ൽ, റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടറിൽ ഈജിപ്ത്, ഇപ്പോൾ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡ്. ഈ 3 ടീമുകൾക്കെതിരെയും നല്ലവണ്ണം കഷ്ടപ്പെട്ടാണ്, നല്ലവണ്ണം ബുദ്ധിമുട്ടിയാണ് അർജൻറ്റീന വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് 3 ഗെയിംസ് കളിച്ചതിൻ്റെ ടഫായിട്ടുള്ള 3 വളരെ ബുദ്ധിമുട്ടേറിയ 3 കളികൾ കളിച്ച് ജയിച്ചതിൻ്റെ ഒരു മാനസികമായ ആധിപത്യം അവർക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് അർജൻറ്റീനയെ ഭയക്കേണ്ടതും. ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയ മത്സരങ്ങൾ നിരന്തരം ജയിച്ചു വരികയാണ്. 3 മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നിരന്തരം തന്നെയാണ്. അപ്പം കളിയിൽ പലപ്പോഴും പിറകിൽ നിന്ന ശേഷം മുന്നോട്ട് കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ അർജൻറ്റീനയെ എളുപ്പമല്ല ഇംഗ്ലണ്ട് നേരിടുക. അർജൻറ്റീനയ്ക്ക് തീർച്ചയായിട്ടും ആത്മവിശ്വാസം നൽകുന്നതും ഈ കാര്യം തന്നെയാണ്. കാരണം ഏത് സാഹചര്യത്തിലും മുന്നോട്ട് വരാൻ കഴിയുമെന്ന് അവർ 3 തവണ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടും ഒരു പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി തന്നെയാണ് അവരുടെ തുറപ്പിച്ചിട്ട്. എക്കാലത്തെയും വലിയ ഫുട്ബോൾ ഇതിഹാസമായ, എക്കാലത്തെയും വലിയ ഫുട്ബോൾ കളിക്കാരനായ, എക്കാലത്തെയും മികച്ച പ്രതിഭയുള്ള ലയണൽ മെസ്സി, ആ മെസ്സിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അർജൻറ്റീന നിൽക്കുന്നത്. അത് ഇതുവരെയും സ്വിറ്റ്സർലൻഡിനെതിരെ കുറച്ചൊന്ന് നിറം മങ്ങി എന്നതൊഴികെ ഇതുവരെയും ഈ ലോകകപ്പിൽ അതിന് മെസ്സി പൂർണ്ണമായും അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ആ നീതി പുലർത്തിക്കൊണ്ടുള്ള കളി തന്നെയാണ് അദ്ദേഹം പുറത്തു എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ആദ്യം പൂട്ടേണ്ടത് മെസ്സിയാണ്. പിന്നെ അവരുടെ ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഒരുപോലെ മികച്ച നിരയിൽ മെസ്സിക്ക് പറ്റാത്ത സാഹചര്യത്തിൽ അവർ വന്ന് ഗോളടിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ നിരന്തരം കണ്ടു. അത് ക്രിസ്ത്യൻ റൊമേറോ ആയിക്കോട്ടെ, എൻസോ ഫെർണാണ്ടസ് ആയിക്കോട്ടെ, മക്കാലിസ്റ്റർ ആയിക്കോട്ടെ, ആരും പെരഡൈസും ലിസാൻഡ്രോ മാർട്ടിനസും ഇവരെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ടീമിനെതിരെ ഇംഗ്ലണ്ടിനും ഒട്ടും മോശമല്ല. ജൂഡ് ബെല്ലിംഗാമും അവരുടെ ക്യാപ്റ്റൻ ഹാരി കെയ്നും ബുക്കായോ സാക്കയും ഡക്കാൻ റൈസും ഒറൈലിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലും. അപ്പോൾ ഇതൊരു ശക്തമായ പോരാട്ടമായിരിക്കും. പക്ഷേ മാനസികമായ ആധിപത്യം അർജൻറ്റീനയ്ക്ക് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അർജൻറ്റീന നിരന്തരം ടഫ് മാച്ചുകൾ കളിച്ച് ജയിച്ചു വന്നതിൻ്റെ ഒപ്പം അവർക്ക് അവരുടെ മെസ്സി കളിച്ചില്ലെങ്കിലും ഗോളടിക്കാൻ പാകത്തിൽ ഹൂലിയൻ അൽവാരസും ലൗട്ടാറോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേറോയും മക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും എല്ലാവരും, ഒപ്പം കളി മെനഞ്ഞെടുക്കാൻ പെരഡേസും ഡിഫൻസിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഉൾപ്പെടെ ഉള്ളവരുടെ അതിശക്തമായ പോരാട്ടവും എല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അർജൻറ്റീന തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇംഗ്ലണ്ട് എങ്ങനെയാണ് ഈ വെല്ലുവിളിയെ മറികടക്കാനാകുമോ ഇംഗ്ലണ്ടിന് എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും നിൽക്കുന്നുണ്ട്. എന്തായാലും അതിഗംഭീരമായ ഒരു ക്ലാസിക് പോരാട്ടമാണ് നമ്മളെയൊക്കെ കാത്തിരിക്കുന്നത് എന്നത് ഉറപ്പാണ്.